ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു FB പോസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു. സ്തുതി പാടിയവർ വിമർശകരായി. കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ് എന്ന് രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹം, ഇഷ്ടം ഒക്കെ പ്രകടമാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു FB പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രജിത്ത്, ഈ FB പോസ്റ്റിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു രാജ്യസൂചനയുടെ ചില സൂചനകൾ അതിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പ്രസ്ഥാനമാണ് വലുത്, പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ് എന്ന് രാഹുൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു രാജിയുടെ സൂചന നൽകുന്നുണ്ടോ പ്രജിത്ത്? ഈ പോസ്റ്റിൽ കൃത്യമായി രാഹുൽ ചെയ്യുന്നൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലെയും രാഹുൽ ഗാന്ധിയെയും താരതമ്യപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി അതിലുണ്ട്. കാരണം പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതിപാടികർ വിമർശകരായി, കുത്തിയിട്ടും പരുവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ പങ്കുവെച്ച് ഇന്ന് പല കോൺഗ്രസ് നേതാക്കളും പങ്കുവെച്ചൊരു ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ തൻ്റെ അവസ്ഥ കൂടി ചേർത്താണോ രാഹുൽ ഈ പറയുന്നത് എന്നുള്ളൊരു സംശയം അതിൽ ജനിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം നീലിമ, ഈ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളിൽ ചിലതിൽ മിക്കവാറും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പല രീതിയിലുള്ള പോസ്റ്റുകൾ, കമൻറ്റുകൾ അതിൽ ഇടുന്നുണ്ട്. അതിൽ ചിലതെങ്കിലും രാഹുലിനെ അനുകൂലിച്ചുള്ളതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അതിൽ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു പ്രശ്നം ഒരു പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന ഒരു രാഹുലിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലുള്ള ഒരു വ്യത്യാസവും നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് പേരെങ്കിലും രാഹുലിനെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ ഈ പറയുന്നത് ഏത് ചുമതലകൾക്കപ്പുറവും ഏത് പദവികൾക്കപ്പുറവും കോൺഗ്രസ്സുകാരനായിരിക്കുന്നതാണ് വലുത് എന്നുള്ളത് രാഹുൽ ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ ഒരു പക്ഷേ പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ച് രാജിവെക്കാൻ തയ്യാറാണെന്നതിൻ്റെ ഒരു സൂചന വേണമെങ്കിൽ അതിൽ നിന്ന് വായിച്ചെടുക്കാം. പക്ഷേ അതിനുമപ്പുറം രാഹുൽ ഗാന്ധിയും ഇതുപോലെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് താനും വേട്ടയാടപ്പെടുന്നത് എന്നൊരു മിഥുൻ മുരളി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, അല്പസമയം മുമ്പാണ്, ഏതാണ്ട് ഒരു 12 മിനിറ്റ് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുന്നത്. പദവികൾക്കപ്പുറം പ്രസ്ഥാനമാണ് വലുത് എന്നുള്ള സൂചന നൽകുന്നു. ഒരു രാജി സൂചനയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്? അവിടെ നിന്നും ലഭിക്കുന്ന സൂചനകൾ എന്തെല്ലാം മിഥുൻ? നീലിമ, പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുൻപ് 10 മിനിറ്റ് മുൻപ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് രാഹുൽ ഗാന്ധിയെ കോട്ട് ചെയ്തുകൊണ്ട്, രാഹുൽ ഗാന്ധിയോടുള്ള ബഹുമാനം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തിന്റെ കൂടെ നടന്ന സ്തുതിപാഠകർ ഉണ്ടായിരുന്നു. സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങൾ ഇല്ലാതെ അയാൾ പോരാടുന്നു. ഇതിന്റെ അകത്ത് സ്തുതി പാടിയവർ ആരാണ്? അത് കോൺഗ്രസിന് ഉള്ളിൽ തന്നെയുള്ള ആ വലിയ വിഭാഗീയതയാണോ, അല്ലെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ആക്രമണം ചൊരിയുന്നതിനെയാണോ ഈ പരാമർശിച്ചിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം യൂത്ത് കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിനുള്ളിലും തന്നെ അങ്ങനെ ഒരു വിമർശനമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിനുള്ളിൽ നിന്നും യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള ചിലർ പുറകിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയതാണ് എന്നുള്ള ഒരു വലിയ തർക്ക വിഷയമായിട്ട് കോൺഗ്രസിനുള്ളിലും യൂത്ത് കോൺഗ്രസിനുള്ളിലും ചർച്ചാ വിഷയമായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിലെ തന്നെ ആ വിഭാഗീയതയാണോ, ഭിന്നതയാണോ രാഹുൽ മാങ്കൂട്ടം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് പ്രസ്ഥാനമാണ് വലുത്, കോൺഗ്രസുകാരനായി തന്നെ, പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനായി തന്നെ നിലനിൽക്കും എന്നുള്ള സൂചനകൾ നൽകുമ്പോൾ അത് രാജ്യപ്രഖ്യാപനത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളതാണ് ഈ ദിവസം മുഴുവൻ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്റെ അന്തിമമായ ഒരു കണക്കുകൂട്ടലായി വിലയിരുത്തപ്പെടേണ്ടത്. കാരണം ഇന്ന് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന് രാജ്യസമ്മർദ്ദം ഉണ്ടാവുകയായിരുന്നു. AICC തലത്തിൽ രാജ്യസമ്മർദ്ദം ഉണ്ടാകുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയം, ലൈംഗിക ആരോപണ വിഷയം, കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ തന്നെ വലിയ രീതിയിൽ കളങ്കപ്പെടുത്തുമെന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ള ആളുകൾ അവരുടേതായ സ്വന്തമായ വ്യക്തിത്വം, ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള ഇമേജ് കൂട്ടുന്നതിന് വേണ്ടി AICCയോട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടുന്നു. അങ്ങനെ രാജി സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലുണ്ട്. അപ്പോഴും രാഹുലുമായി, ഈ വീടുമായി അടുത്തു നിൽക്കുന്ന ചില സുഹൃത്തുക്കളുമായി, രാഹുലിന്റെ അടുത്ത വൃത്തങ്ങളുമായി ലഭിക്കുന്ന സൂചന ഈ മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടം രാജി പ്രഖ്യാപനത്തിലേക്ക് പോകുന്നില്ല. കൂടുതൽ വിലയിരുത്തലുകൾക്ക് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം രാഹുൽ
മാങ്കൂട്ടം രാജി പ്രഖ്യാപനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അവസാന നിമിഷവും ഈ നിമിഷവും രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയെങ്കിലും അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി തന്നെ മുകൾ തട്ടിൽ നിന്നും കോൺഗ്രസിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും എല്ലാം വലിയ സമ്മർദ്ദം രാജി പ്രഖ്യാപിക്കണം MLA സ്ഥാനം ഒഴിയണം എന്നത് സംബന്ധിച്ച് ഉണ്ട് എന്നത് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ 12 മിനിറ്റ് മുൻപ് 10 മിനിറ്റ് മുൻപ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഈ വരികൾ അതിന്റെ മിഥുൻ തുടരുക. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പദവികൾക്കപ്പുറത്താണ് പ്രസ്ഥാനം എന്നുള്ള നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വ്യക്തമായ സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുകയാണ്. ജിഷ്ണു, അല്പസമയം മുമ്പാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടത്. AICCയുടെ തീരുമാനം വൈകില്ല. വളരെ ഗുരുതരമായ ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്ന പ്രതികരണമാണ് KC വേണുഗോപാലിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. AICCയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്തെല്ലാം? സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ AICC ഹൈക്കമാൻഡ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം KPCCക്ക് നൽകിയിട്ടുള്ളത്. ഗുരുതരമായ പരാതി എന്ന് KC വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ സമാനമായിട്ടുള്ള പരാതികൾ ഇത്തരത്തിലൊരു വിവാദമാകുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിക്കും ലഭിച്ചിരുന്നു. ആ സമയത്ത് ഈ പരാതികൾ പൂഴ്ത്തിവെച്ചുകൊണ്ട് കൂട്ടത്തെ സംരക്ഷിച്ചു നിർത്താൻ വലിയ ശ്രമങ്ങളും VD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ ശ്രമിച്ചിരുന്നു. നിലവിൽ സംഭവം വിവാദമായതോടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുന്നു. AICC നിലവിൽ അറിയിച്ചിട്ടുള്ളത് കടുത്ത നടപടി ഉണ്ടാകണം. നടപടി ഏത് രീതിയിലാകണം എന്നുള്ളത് സംസ്ഥാനത്ത് KPCC നേതാക്കൾ കൂടിയാലോചിച്ച് തീരുമാനിക്കണം എന്നുള്ളതാണ്. ഇതിനോടകം KPCC രാഹുൽ രാജിവെക്കട്ടെ എന്ന നിർദ്ദേശം, അത്തരത്തിലൊരു തീരുമാനം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാജി സംബന്ധിച്ചൊരു ധാരണയാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഇനി രാജിവെക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. AICC കൈയൊഴിഞ്ഞു, KPCC കൈയൊഴിഞ്ഞു. ഒടുവിൽ ദുർബലമായ പ്രതിരോധമുയർത്തി ഈ ആരോപണങ്ങളെ തടുത്തു നിർത്താൻ ശ്രമിച്ചെങ്കിലും അത് എല്ലാം അങ്ങേയറ്റം പാളിപ്പോകുന്നൊരു സ്ഥിതിയാണ് നമ്മൾ കണ്ടത്.